ആണവായുധം ഉപയോഗിച്ച് ഉപഗ്രഹ നശീകരണം നടത്താൻ റഷ്യ പഠനം നടത്തുന്നുവെന്ന് അമേരിക്ക. ഇതിനായി റഷ്യയുടെ ഉപഗ്രഹം ബഹിരാകാശത്തുണ്ട്. യുക്രൈൻ യുദ്ധം ആരംഭിക്കുന്ന തൊട്ടു മുമ്പാണ് റഷ്യയുടെ കോസ്മോ 2553 ഉപഗ്രഹം ബഹിരാകാശത്ത് എത്തിയതെന്നും അമേരിക്കയുടെ ആരോപണം. അമേരിക്കയിൽ നിന്നും മധു കൊട്ടാരക്കര തത്സമയം ചേരുന്നു വിശദാംശങ്ങളുമായി. ഗുഡ് മോർണിംഗ് മധു കൊട്ടാരക്കര. യഥാർത്ഥത്തിൽ ഇതൊരു വലിയ വാർത്തയാണ്, ഒരു ബിഗ് ബ്രേക്കിംഗ് ന്യൂസ് ആണല്ലോ. ഇങ്ങനെയൊരു സംഭവം ഉണ്ടെങ്കിൽ അമേരിക്കയുടെ ആരോപണം മാത്രമാണോ അതോ എന്തെങ്കിലും കഴമ്പുണ്ടോ ശാസ്ത്രീയമായി ഇതിന്? ഗുഡ് മോർണിംഗ് എസ്. തീർച്ചയായിട്ടും ഇത് വലിയൊരു ഭീഷണിയാണ്. ഇത് വാർത്ത സ്ഥിരീകരിച്ചിട്ടുണ്ട്, റഷ്യയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആന്റി സാറ്റലൈറ്റ് ന്യൂക്ലിയർ വെപ്പൺ അല്ലെങ്കിൽ ഉപഗ്രഹ നശീകരണത്തിനായുള്ള ആണവായുധം നിർമ്മിച്ചെടുക്കുക എന്ന ഉദ്ദേശത്തോടെ 2 വർഷം മുമ്പ്, അതായത് യുക്രൈൻ യുദ്ധം ആരംഭിക്കുന്നതിന് 2 ആഴ്ചകൾക്ക് മുമ്പാണ് റഷ്യ അവരുടെ ഈ ഉപഗ്രഹം ബഹിരാകാശത്ത് എത്തിച്ചത്. കോസ്മോസ് 2553 എന്ന ഈ പേടകം ഇപ്പോഴും ഭൂമിക്ക് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മറ്റു ഉപഗ്രഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ഭ്രമണപഥത്തിലൂടെയാണ് ഇതിന്റെ സഞ്ചാരം. റഷ്യ വളരെ രഹസ്യമായി പുതിയ ആയുധ സംവിധാനത്തിനായിട്ടുള്ള ആണവ ഇതര ഘടകങ്ങളുടെ ഗവേഷണങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ ആയിട്ട് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കോസ്മോസ് 2553ൽ ആണവായുധങ്ങൾ ഇല്ലെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാലും റഷ്യയുടെ ന്യൂക്ലിയർ ആന്റി സാറ്റലൈറ്റ് പ്രോഗ്രാമിനെ കുറിച്ച് കുറച്ച് നാളായി ബൈഡൻ ഭരണകൂടത്തിന്റെ ഉറക്കം കെടുത്തുകയാണ്. അവരത് രഹസ്യമായിട്ട് വെച്ചിരിക്കുകയായിരുന്നു. ബഹിരാകാശ പേടകം ശാസ്ത്രീയ ഗവേഷണത്തിന് ഉദ്ദേശിച്ചിട്ടുള്ളതാണെന്നാണ് റഷ്യ ഇപ്പോൾ പറയുന്നത്. നേരത്തെ ഇങ്ങനെ ഒരു പേടകത്തെ പറ്റി ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു കൃത്യമായ ഒരു വ്യക്തമായ ഒരു മറുപടി റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ നൽകിയിട്ടുമില്ലായിരുന്നു. എന്നാൽ ഇതൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ലെന്നാണ് അമേരിക്ക ഇപ്പോൾ പറയുന്നത്. ന്യൂക്ലിയർ ആന്റി സാറ്റലൈറ്റ് പ്രോഗ്രാമിന്റെ പിന്നാലെയാണ് റഷ്യ എന്ന് അമേരിക്കയ്ക്ക് നേരത്തെ സംശയം ഉണ്ടായിരുന്നെങ്കിലും കൂടുതൽ തെളിവുകളൊക്കെ ലഭിച്ചു വന്നപ്പോഴത്തേക്കും വൈകിപ്പോയിരിക്കുകയാണ്. ആയുധം വിന്യസിച്ചാൽ ഈ ന്യൂക്ലിയർ സ്ഫോടനത്തിലൂടെ ഭൂമിയുടെ താഴ്ന്ന ഭ്രമണപഥത്തിൽ 100 കണക്കിന് ഉപഗ്രഹങ്ങളെ നശിപ്പിക്കുവാനും അതുപോലെ അമേരിക്കയുടെ പല ഉപഗ്രഹങ്ങൾക്കും എലോൺ മസ്കിന്റെ ഈ സ്പേസ് എക്സിന്റെ സ്റ്റാർലിങ്ക് ഉപഗ്രഹങ്ങൾക്കും ഒക്കെ ഇപ്പോൾ നടത്തുന്ന ഈ ഗവേഷണങ്ങൾ ഒരു ഭീഷണിയാണെന്നാണ് കരുതപ്പെടുന്നത്. വൈറ്റ് ഹൗസ് പരസ്യ പ്രതികരണവുമായി വന്നിട്ടുണ്ട്. ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഗവേഷണങ്ങളുടെ പിന്നാലെ റഷ്യ സഞ്ചരിക്കുകയാണെന്നാണ് വൈറ്റ് ഹൗസ് പറഞ്ഞിരിക്കുന്നത്. ഈ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ പര്യവേക്ഷണങ്ങൾ നടത്തുന്നതിന് നിയന്ത്രണമൊക്കെ ഏർപ്പെടുത്തുന്നതിനായിട്ട് 1967 ഔട്ടർ സ്പേസ് ട്രീറ്റി എന്നൊരു ഉടമ്പടി കൊണ്ടുവന്നിരുന്നു. അതിന്റെ ചുവട് പിടിച്ച് അമേരിക്കയും ജപ്പാനും ഈ അടുത്ത കാലത്ത് ബഹിരാകാശത്ത് ആണവായുധങ്ങൾ വിന്യസിക്കുന്നത് തടയണമെന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് ഐക്യരാഷ്ട്ര സുരക്ഷാ കൗൺസിലിൽ ഒരു പ്രമേയവും കൊണ്ടുവന്നിരുന്നു. എസ്. താങ്ക് യു മധു കൊട്ടാരക്കര. യഥാർത്ഥത്തിൽ ഈ ബഹിരാകാശത്തേക്കൊക്കെ ഈ യുദ്ധം വ്യാപിക്കുന്നത് ഒട്ടും സുഖകരമല്ല എന്ന് നമുക്ക് പറയാൻ കഴിയും. നമുക്ക് ഒരിക്കലും പ്രവചിക്കാൻ കഴിയാത്ത ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഇത് ഉണ്ടാക്കിയെന്ന് വരും.